السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونشكر إلا بالله وعليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير خلق كلهم. എൻ്റെ ബഹുമാനപ്പെട്ട സ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം എല്ലാവരും എന്നോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലാഹു തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇത് കാരണമായി രണ്ട് ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും അല്ലാഹു തആല അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും സന്തോഷത്തോടു കൂടി ഒരുമിപ്പിച്ച് കൂട്ടുമാറാവട്ടെ. മരണം ഒരു വിളിപ്പാടകല എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കാം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും മരിക്കുക തന്നെ ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മിലേക്ക് എത്തിച്ചേരുന്ന ഒന്നാണ് മരണം എന്നുള്ളത്. ജനനം എന്ന സമസ്യ പൂരിപ്പിക്കാൻ മരണം എന്ന പ്രതിഭാസം അത്യന്താദേശിതമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപനമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ മുഹമ്മദ് ബിൻ വാസിർ റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വീട്ടുകാരോട് പറയുമായിരുന്നത്രേ, ഭാര്യയോട് പറയുമായിരുന്നത്രേ, എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളോട് യാത്ര പറയുകയാണ്. ഒരു പക്ഷേ ലഅല്ലമ അൻ തകൂന മനിയത്തില്ലതി ലാ അഖൂമ മിൻഹാ, ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത മരണമായിരിക്കും എന്റെ ഉറക്കം എന്ന് മുഹമ്മദ് ബിൻ വാസിർ റളിയല്ലാഹു അൻഹു വീട്ടുകാരോട് പറയുമായിരുന്നത്രേ. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിക്കണം. എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്കറിയില്ല, ഏത് സമയത്താണ് മരിക്കുന്നതെന്ന് അറിയില്ല, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ലോകത്തിന്റെ നേതാവായ പ്രവാചകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന്റെ സമയത്ത് നമ്മെ പഠിപ്പിക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യുന്നതിനിടയിൽ ഒരു കാൽ മുമ്പോട്ട് വെച്ച് അടുത്ത കാൽ മുമ്പോട്ട് വെക്കുമ്പോഴേക്കും സഹാബാക്കളോട് പറയുകയാണ്, അല്ലയോ സഹാബാ, ഞാൻ എന്റെ കാൽ
അടുത്ത് മുമ്പോട്ട് വെക്കുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ മരിച്ചു പോയേക്കാം സ്വഹാബ എന്ന് പ്രവാചകൻ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന്റെ സമയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെ ഓരോ ചവിട്ടടിയിലും നമ്മുടെ ഓരോ ചലനത്തിലും നാം മരണത്തെ കുറിച്ച് ആലോചിക്കണം. മോചനമില്ലാത്ത ഭയാനകമായ മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കാൻ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കാലത്ത് ജനങ്ങൾ മരണത്തെ മറന്നു കളയുകയും ഭൗതികത ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇന്ന് ഈ ദുനിയാവ് ശാശ്വതമാണ് എന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് അധിക പേരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം മരണത്തെ ചിന്തിച്ചുകൊള്ളേ. അല്ലാഹു തആല റൂഹ് പിടിക്കാൻ ഏൽപ്പിച്ച ഒരു മലക്കുണ്ട്. ആരാണെന്നറിയോ? മുക്കിലബിക്കും അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അസ്റായീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ റൂഹ് എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയോ? നല്ല ആളുകളുടെ റൂഹ് വളരെ സൗമ്യമായി, ചീത്ത ദുഷിച്ച ആളുകളുടെ റൂഹ് വളരെ കഠിനമായിട്ടായിരുന്നു അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിക്കുക. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് എങ്ങനെയാണ് പിടിച്ചതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എണ്ണയിൽ നിന്നും നൂല് വലിക്കുന്നത് പോലെയാണ്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, അല്ലയോ അസ്റായീലേ, ഒന്ന് ബെല്ല് വലിക്ക്. അപ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അല്ലയോ നബിയേ, ഈ ലോകത്തെ വെച്ച് പിടിക്കുന്നതിൽ ഏറ്റവും സൗമ്യമായ പിടിത്തം അങ്ങയുടേതാണ് എന്ന് അസ്റായീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഏത് കോലത്തിലാണ് മരണം വരുന്നതെന്നറിയില്ല. അതും വയത് പറയുന്ന സദസ്സിലാണോ, വയത് കേൾക്കുന്ന സദസ്സിലാണോ, വീട്ടിൽ കിടക്കുന്ന സമയത്താണോ, ബാത്റൂമിലാണോ, ഹോസ്പിറ്റലിലാണോ, എവിടെ വെച്ചാണ് മരിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ മരണം നമുക്കൊക്കെ നിർബന്ധമാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ തേടി മരണമെത്തുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്കണം. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, എല്ലാവരും വളരെ ആനന്ദത്തിലാണ്, എല്ലാവരും മരണത്തെ മതിമറന്ന് കൊണ്ടിങ്ങനെ ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും മരണം അല്ലാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. ഇത് കാരണമായി രണ്ട് ലോകത്തും വിജയികൾ കൂട്ടത്തിൽ നാം ഇവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ഈമാനോടെ പുഞ്ചിരിയോടെ സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.